ഹലോ ഹായ് വെൽക്കം ടു ന്യൂസ് ഫോർ റിയൽ. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വന്നിട്ട് ട്രിവാൻഡ്രം, അതായത് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഈഞ്ചക്കൽ നിന്ന് ചാക്കയ്ക്ക് പോകുന്ന ബൈപ്പാസ് റൂട്ടിലാണ് സ്ഥിതിയുള്ളത്. ഇത് ചാക്കയ്ക്ക് നിയർ ബൈ തന്നെയാണ്. അവിടെ അടുത്ത് തന്നെയാണ് അനന്തപുരി ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ നമ്മളിത് വെളിയിൽ നിന്നുള്ള കുറച്ച് ദൂരത്തു നിന്നുള്ള ഒരു വീഡിയോ ആണ്. ഇനി നമുക്ക് അകത്തേക്ക് കൂടെ പോകാം. എല്ലാ വീഡിയോസും ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും വരും. ഇത് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ എൻട്രൻസിൽ തന്നെയുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ജലം, വെള്ളം എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ലേഡീസ്, കുട്ടികളൊക്കെയാണ് വിശ്രമത്തിനായിട്ടിരിക്കുന്നത്, കാണുന്നില്ലേ? അപ്പോൾ ഇതിനകത്ത് നോക്കി തന്നെ അറിയാം, പല പല കളറുകളിൽ അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചുവപ്പ്, പച്ച, നീല, അങ്ങനെ ഭംഗിയായിട്ടുള്ള ഒരു കളറാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ പോകാം. ഇത് മാളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. കണ്ടില്ലേ, ഐ ലവ് ട്രിവാൻഡ്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടു, സൈഡിലൊക്കെ പല പല കമ്പനികളുടെയൊക്കെ ഇതുണ്ട്. എന്നാൽ ബ്രാൻഡഡ് ഷോപ്പുകളുടെയൊക്കെ നെയിം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാൾ ഓഫ് ട്രാവൻകൂറിലുള്ള ബ്രാൻഡഡ് ഷോപ്പുകളിലേക്കാണ് പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം, കണ്ടില്ലേ, ട്രെൻഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ രാമചന്ദ്രൻ, അതേപോലെ തന്നെ മലബാർ ഗോൾഡ്, അങ്ങനെ മാക്സ്, ഇങ്ങനെ പല പല കമ്പനികൾ ഇതിനകത്തുണ്ട്. നമുക്കിനി അകത്തേക്ക് ആക്ച്വൽ എൻട്രൻസിലേക്ക് പോകാം. ഓക്കെ, എൻട്രൻസിലേക്ക് എത്തുമ്പോൾ തന്നെ കിഡ്സുകളുടെയൊക്കെ ഒരു കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. ഇതിനപ്പുറത്ത് ഒരു ഗ്ലാസ് ഡോറും കൂടെ ഉണ്ട്. ഓക്കെ, ഇത് 7 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാള് വന്നിട്ട് 7 ഇയേഴ്സ് ആണ്, ആനിവേഴ്സറി ആണ്. അനന്തപൂരം എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഇവിടെ മുന്നേ നടന്നിരുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തേക്ക് തന്നെ പോകാം. ഓക്കെ, ഈ കാണുന്ന ദൃശ്യങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെയാണ്. ഇത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്തതിന് ശേഷം എല്ലാവിധ കാഴ്ചകളും ഒന്ന് കാണാം. ഇത് സെക്കൻഡ് ഫ്ലോറിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. താഴെ ഒക്കെ ആളുകൾ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആക്റ്റീവായി വരികയാണ് ജനങ്ങളെല്ലാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 7 ഇയേഴ്സിൻ്റെ ആ ഗോൾഡൻ ലെറ്ററിലുള്ളത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ 7 ഇയേഴ്സ് ആനിവേഴ്സറിയാണ് ഈ മാളിൻ്റെത്. അപ്പോൾ ഒരുപാട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നുണ്ടല്ലേ കസേര, ഏറ്റവും ഈ സെക്കൻഡ് ഫ്ലോറിൽ ആ കസേര ഇട്ടിരിക്കുന്നത് പല ഷോപ്പുകളിൽ നിന്നും പലതും വാങ്ങിയിട്ട് ഇരുന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറിൽ തന്നെ മാളിൻ്റെ തിയേറ്ററിൽ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പല പല സിനിമകളുടെയും പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് കാണാനാവുന്നതാണ്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞാനിവിടെ സിനിമ കണ്ടിട്ടുണ്ട്. നല്ല സീറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റുന്നുള്ളൂ. വെളിയിൽ നിന്ന് വരുന്നവർക്ക് പലതും അറിയില്ല. പലരും ലുലു മാൾ മാത്രമേ ഉള്ളൂ എന്നാണ് കരുതുന്നത്. അല്ല, നമുക്ക് ഇവിടെ മാൾ ഓഫ് ട്രാവൻകൂറും ഉണ്ട്. മാൾ ഓഫ് ട്രാവൻകൂറിന് അകത്തൂടെ ബസ് പോകുന്നു എന്ന് ക്യാപ്ഷൻ കൊടുത്തപ്പോൾ എല്ലാവരും കരുതിയിട്ടുണ്ടാവുന്നതാണ് ആയിരിക്കാം. ഇതാ കണ്ടില്ലേ ബസ് പോകുന്നത്. അങ്ങനെ പല പല വ്യത്യസ്തമായ പല കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ KSRTC ബസ് ടെർമിനൽ, റെയിൽവേ സ്റ്റേഷൻ, ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇതെല്ലാം ഏറ്റവും സിറ്റിയിൽ ഏറ്റവും അടുത്തായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ട്രിവാൻഡ്രംകാർക്ക് തന്നെയാണ് ഇത്രയും ഫെസിലിറ്റീസ് കൂടുതലുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി എല്ലായിടങ്ങളിലും എയർപോർട്ട് വളരെ ദൂരമായിരിക്കാം, അല്ലെങ്കിൽ ബസ് ടെർമിനൽ വേറെ ദൂരത്തിലായിരിക്കാം. അതേപോലെയല്ല, ഇത് ഈ മാളും നമ്മുടെ ഈ സിറ്റിക്കകത്ത് തന്നെ ഒരു 2 to 3 കിലോമീറ്റേഴ്സിൽ റീച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും, അതായത് റെയിൽവേ സ്റ്റേഷൻ പോകുന്നവർക്കും, ബസ് ടെർമിനലിൽ പോകുന്നവർക്കും, മാളിൽ വരുന്നവർക്കും, എയർപോർട്ടിൽ പോകുന്നവർക്കും എല്ലാം തന്നെ വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാം. ഇനിയപ്പോൾ താഴേക്ക് ഇറങ്ങാം. നമ്മളിനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം തിരികെ താഴേക്ക് ഇറങ്ങുകയാണ്. കണ്ടില്ല, ബാറ്റയുടെ ഷോപ്പുണ്ട് ഇവിടെ. അതേപോലെ തന്നെ പല പല ബ്രാൻഡഡ് ഷോപ്പുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തൽക്കാലത്തേക്ക് മാൾ ഓഫ് ട്രാവൻകൂറിനോട് വിട പറയുന്നു. മറ്റൊരു പർച്ചേസിനായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.